ദുർബലരോടുള്ള പ്രതിബദ്ധതയിൽ പാർട്ടി പ്രവർത്തിക്കുക. അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ആവശ്യമായ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടക്കും. എല്ലാവരും പാർട്ടി അംഗങ്ങളൊന്നുമല്ല, എല്ലാവർക്കും ഒന്നും അംഗങ്ങളാവാൻ കുറേ പ്രയാസം ഉണ്ടാവും. അവരും സമ്മേളനത്തിന് വരും, അതിനാണ് ഒരു ബാൻഡൊക്കെ വെച്ച്. അവരും സമ്മേളനത്തിന് വരും, അവർ വളണ്ടിയർമാരായിരിക്കും. അവരും സമ്മേളനത്തിന് വരും, നമ്മുടെ പുതിയത്ത് പങ്കെടുക്കും. അവരുടേതാണ് ഈ പാർട്ടി, അവർ ഈ പാർട്ടിയുടെ ഉടമസ്ഥന്മാരാ. അങ്ങനെ പാർട്ടി സമ്മേളനം അത് നടക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല. അപ്പൊ റോട്ടക്കിൽ ഒരു പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ, അയ്യോ റോട്ടക്കിൽ മാർക്സിസ്റ്റ് പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ. ഏതോ റോട്ടക്കിൽ സ്റ്റേജ് കെട്ടിയാ തുടങ്ങിയില്ലേ. അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക്. എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക. എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ്. വലിയ പബ്ലിസിറ്റി ഇട്ടും. എന്തൊരു ട്രാഫിക് ജാം. അല്ലെങ്കിൽ അവിടെ ട്രാഫിക് ജാം ഉണ്ടാവില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിൽ നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം എന്ത് ഞാൻ അതിലെ പോകണ്ടേ? ഞാൻ ഇടയ്ക്കാണല്ലോ. 10 മനുഷ്യൻ പോകുമ്പോൾ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോരെ എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. എന്നാൽ ഒരു കുഞ്ഞു കാറ് പോയപ്പോരെ. പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവല്ലേ? 25 കാറ് ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മനസ്സിലായി? ആ കാറിലാരാ? മെല്ലെ ഇങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണാൻ പോകും. ഞായറാഴ്ച തിരക്ക് കൂടുതലാ. കാറൊക്കെ എടുത്തിന് അമ്മായിമ്മേന്റെ വീട്ടിലേക്ക് പോകുക. അങ്ങനെ വർത്തമാനം പറഞ്ഞു, ഇങ്ങനെ വർത്തമാനം പറഞ്ഞു ശല്ലഭിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കാൽ വളരെ കുറവായിരിക്കും. ഞാനതിനെതിരൊന്നുമില്ല. കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇതുമ കുത്തിക്കണ്ട. മനസ്സിലായി? ഇവരെ ഇറങ്ങിയിരിക്കപ്പോ വിവരമില്ലാത്തൊരു നമ്മളോട് എന്തിനാ നിങ്ങൾ ഈ ജാഥ നടത്തുന്നത്? എന്തിനാ നിങ്ങൾ ഈ പ്രകടനം നടത്തുന്നത്? എന്തിനാ നിങ്ങളുടെ വളണ്ടിയർ മാർച്ച്? ആരും ചോദിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്. ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ്. സാമൂഹ്യ മാറ്റത്തിനാണ്. സാമൂഹ്യ മാറ്റത്തിന്റെ പതാകയും എന്തിയാണ് ആ വളണ്ടിയർ മാർച്ച് പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനെ വിമോചിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടായ്മകൾ. അതാണത്. ആശയ രാഷ്ട്രീയ സംവാദമുണ്ട്. ഒരു സമൂഹത്തിൽ പലതരം സമരങ്ങൾ നടക്കേണ്ടതുണ്ട്. പ്രത്യയശാസ്ത്ര സമരം വേണം, ആശയ സമരം വേണം. ആശയ സമരത്തിന്റെയും പ്രത്യയശാസ്ത്ര സമരത്തിന്റെയും രാഷ്ട്രീയ സമരത്തിന്റെയും വേദിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ. സമൂഹത്തിന്റെ പൊതുബോധത്തെ പുരോഗമനപരമായി പരിവർത്തനം ചെയ്യിക്കാൻ ആവശ്യമായ എല്ലാം കലരുന്നത് കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾ. അത് നയപരമായ തീരുമാനങ്ങൾ എടുക്കും, പ്രത്യയശാസ്ത്ര തീരുമാനങ്ങൾ എടുക്കും. സമൂഹത്തെക്കുറിച്ച് അതിന്റെ മാറ്റങ്ങളെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്യില്ല. അതല്ലേ വേണ്ടത്. ഈ മാറുന്നൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ചർച്ച നരകം എങ്ങനെയാണ്, നരകം എങ്ങനെയാണ്. അതൊന്നും കേട്ടോ. ആ ചർച്ച നമ്മളെ പാർട്ടിയിലില്ല. നരകം എങ്ങനെയെന്ന ചർച്ച ഒറ്റ പാർട്ടി സമ്മേളനത്തിലില്ല. വേറെ ചിലരുണ്ട്, മരിച്ചു പോയാലുള്ള കാര്യം മാത്രമേ പറയുള്ളൂ, ജീവിച്ചിരിക്കുന്ന കാര്യം ഒന്നും പറയില്ല. മനുഷ്യപ്പ ശ്രമിക്കുന്ന എന്തിനാ? മരിക്കാണ്ടിരിക്കാനാ. പണ്ടത്തെ ആരും നിരക്ക് എത്രയാ? 25, 30, പിന്നെ 40, 45, ഇപ്പൊ എത്രയാ? 80, 90. മനസ്സിലായില്ലേ? വടി കുത്തിപ്പിടിച്ച് ആരെങ്കിലും ഈ സമ്മേളനത്തിന് വന്നോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എന്തെങ്കിലും വരെ പ്രയാസം അങ്ങനത്തെ അല്ലാതെ പ്രായം കൂടി വടി കുത്തിപ്പിടിച്ചോ ആരും ഇല്ലപ്പോ. പെൻഷൻ പറ്റിയ ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. കല്യാണം കഴിക്കാൻ പോയിരിക്കും. നല്ല ആരോഗ്യ, മുടി കറുപ്പിച്ച് ഇങ്ങനെ പോകണ്ടോ. പെൻഷൻ പറ്റിയ മാഷ് മാത്രമല്ല, പെൻഷൻ ആരോഗ്യണ്ടേ. 30 വയസ്സിൽ ജോലി കിട്ടി, 55 വയസ്സിൽ പിരിഞ്ഞു, 25 കൊല്ല. മനസ്സിലായോ? ജോലി ചെയ്ത് പിന്നെ 85 വയസ്സിൽ മരിച്ചു പറഞ്ഞാൽ 30 കൊല്ല പെൻഷൻ. അങ്ങനെ നമ്മുടെ നാട് ഇനി അതിനേക്കാൾ കൂടും. AI ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക. ആ ടെക്നോളജിയുടെ ഏറ്റവും വലിയ നേട്ടം എല്ലാ കാര്യത്തിലും ഞാൻ പോലില്ല, ആയുർനിരക്ക് കൂടും. ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ ശരാശരി ആയുസ് 100 ആവും. മനസ്സിലായി? നിങ്ങൾ കേച്ചേരിന്ന് മറ്റേ പന്നിത്തരത്തേക്ക് നടന്നു പോണ ആളുടെ പ്രായം നോക്കിയാൽ 100 വയസ്സ് കയ്യും വീശി ഇങ്ങനെ പോകുന്നുണ്ടാവും. പിന്നെ ഒരു 25 കൊല്ലം കഴിഞ്ഞാലോ 150 വയസ്സ്. മനസ്സിലായി? ഞങ്ങള് അങ്ങനെ ലോകം മാറാൻ പോവാണ് എന്ന് വരുമ്പോൾ നരകത്തിനെ കുറിച്ച് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാറാണ്. സാങ്കേതിക വിദ്യയാണ്, പുതിയ കാലാണ്, പുതിയ ശാസ്ത്രമാണ്, ശാസ്ത്ര നേട്ടങ്ങളാണ്. ലോകമുണ്ടായത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ
ആ കണത്തിന് നൽകിയ പേര് ദൈവകണം എന്നാണ്. അതാണ് മാറ്റം. അത്തരം പരിഷ്കൃതമായ ഒരു സമൂഹത്തിന്റെ വേഗതയേറിയ പുരോഗതിയുടെ സൂക്ഷ്മാംശങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് സാധാരണ മനുഷ്യന് കൂടി ഉണ്ടാക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്തുന്ന, കളിമണ്ണിൽ നിന്ന് ശില്പി സൂക്ഷ്മ വിഗ്രഹം നിർമ്മിക്കുന്നത് പോലെ അതിസാധാരണക്കാരനായ മനുഷ്യനിൽ നിന്ന് ലോകത്തെ പരിവർത്തനം ചെയ്യാനുള്ള ആത്മവിശ്വാസത്തിന്റെ കരുത്ത് നിർമ്മിക്കുന്ന പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ സമ്മേളനമാണ് നടക്കുന്നത്. ഏത് ചടങ്ങിൽ പങ്കെടുത്താലും ആത്മാഭിമാനമാണ്. വളണ്ടിയർ ആയാൽ, പ്രകടനത്തിൽ വന്നാൽ, 5 മിനിറ്റ് കണ്ട് നോക്കിയാൽ ആ മനുഷ്യന് പോലും ഞങ്ങൾ നൽകുന്നത് ഈ സമൂഹ തിന്മകളെ ഇല്ലാതാക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്താണ്. ആ കരുത്തിൽ ചെങ്കൊടികളുമായി കേരളത്തിലെ CPIM, ഇന്ത്യയിലെ CPIM പ്രവർത്തിക്കുകയാണ്. വലിയ പ്രയാസങ്ങൾ നേരിട്ടതാണ്. ഇപ്പോഴത്തതുപോലെ ആയിരുന്നില്ല. ഒറ്റപ്പെട്ട